കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ വീടിനകത്ത് മൂലകളിൽ വല്ലതും വലിയ തുരപ്പനെലി ഉണ്ടല്ലോ, എലിയെ തുരത്താനുള്ള ഒരു അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടത് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. ഇത് കണ്ടോ, ഡോളയുടെ ഗുളികയാണിത്. ഇത് ഗോതമ്പ് പൊടി കണ്ടോ. ഈ ഗോതമ്പ് പൊടി, ഈ ഡോളയുടെ ഗുളിക ഞാനിപ്പോൾ 2 എണ്ണം എടുക്കുക, 2 or 3 എടുക്കാം നമുക്ക്. ഇപ്പം 2 എണ്ണം എടുത്തിട്ട് ഈ പേപ്പറിനകത്തോട്ട് വെച്ച് ഒന്ന് പൊടിക്കുവാണേ. കാണിക്കാം. അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഒന്ന് പൊടിക്കാം. പൊടിച്ചത് അത് നമ്മളിതിനകത്ത് ഈ ഗോതമ്പ് പൊടിക്കകത്തോട്ടിടാം. ഗോതമ്പ് പൊടിക്കകത്തോട്ട് ഇട്ടിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒഴിക്കരുത്, ശകലം വെള്ളം ഒഴിക്കണം. ഒഴിച്ചിട്ട് അതിനെ അങ്ങ് യോജിപ്പിച്ചിട്ട് ആ ഗുളിക, പൊടിച്ചിട്ട ഗുളിക ഇതുമായിട്ടങ്ങ് ഈ ഗോതമ്പ് പൊടിക്കകത്തോട്ടങ്ങ് യോജിപ്പിക്കണം. എന്നിട്ട് ശകലം വെള്ളം കൊടുക്കണം. ഇതിൽ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിച്ചിട്ട് ചെറിയ ഇത് കണ്ടോ, ഇതുപോലെ ഓരോ ഉരുള, ചെറുതായിട്ട് ഓരോ ഉരുളയാക്കി, ഇതുപോലെ ഓരോ ഉരുളയാക്കിയിട്ട് നമ്മുടെ എവിടാണോ എലി മണ്ണ് തുരത്തി ഇടുന്നത്, വലിയ എലി, ആ സൈഡിലോട്ട്, നമുക്കറിയാമല്ലോ, അവിടോട്ടായിട്ട് ഈ ഓരോ ഉരുള വൃത്തിയും കൂടി വെച്ച് കൊടുക്കണം. സത്യം ഉള്ള കാര്യം പറഞ്ഞ് നേരം വെളുക്കുമ്പോഴത്തേന് കാണാം എലി ചത്ത് കിടക്കുന്നത്. പെട്ടെന്ന് ആ എലി, ഈ എലിവിഷത്തിനേക്കാളും എളുപ്പം നല്ലൊരു വിദ്യയാണിത്. ഇതൊന്ന് ചെയ്ത് നോക്കിയ കൂട്ടുകാരെ നിങ്ങൾ. എൻ്റെ വീടിൻ്റെ പരിസരത്തെല്ലാം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ചെയ്ത്. ഇപ്പം കുറേ പേര് പറഞ്ഞ് ഈ കുമ്മായമൊക്കെ ഇടാൻ പറഞ്ഞു. പക്ഷെ കുമ്മായം ഒന്നും ഇട്ടിട്ടൊന്നും അത് പോകുന്നില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് 2 എലി ചത്ത് എൻ്റെ വീടിൻ്റെ പരിസരത്ത്. വലിയ എലി. നമുക്ക് എലിപ്പത്തായൊക്കെ വെച്ചാൽ കുഞ്ഞെലിയല്ലേ എലിപ്പത്തായത്തിൽ വീഴുന്നത്, വലിയ എലിയൊന്നും വീഴത്തില്ലല്ലോ. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.